അരിക്കൊമ്പൻ എന്ന ആനയ്ക്ക് കേരളത്തിലെ ഫാൻസ് ഉണ്ടായ അന്ന് തന്നെ അന്ന് ആനയെ കൊണ്ടുപോയ റൂട്ട് എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയതാണ്. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ നടുക്കൂടെ ഡാമിൻ്റെ റിസർവോയർ വ്യൂ ഒക്കെ ആയിട്ടൊരു അടിപൊളി റൂട്ടാണ്. അപ്പോൾ ആ ഒരു വഴി കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ മൂന്നാർ മറയൂർ റൈഡിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. നമ്മുടെ റിട്ടേൺ ജേണി ഈ ഒരു NH85 അഥവാ ഗ്യാപ്പ് റോഡ് വഴിയാണ്. ഞാനും അഖിലും ദേവദത്തുമാണ് ഇന്നത്തെ ജേണിയിലുള്ള. ഇപ്പോൾ ബാക്കിയുള്ളവർ എവിടെ പോയെന്ന് വെച്ചാൽ അവരിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് റിട്ടേൺ പോകുന്നത്. ഞങ്ങൾ നേര്യമംഗലത്ത് വെച്ച് മീറ്റ് ചെയ്യാനാണ് പ്ലാൻ. എന്തുകൊണ്ടാണ് രണ്ട് വഴിയായെന്ന് വെച്ചാൽ അഖിലിന് രാജകുമാരി കസിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. അപ്പം അഖിലിന്ന് രാജകുമാരി വരെയുള്ളൂ. അപ്പം അഖിൽ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഓർത്ത് അഖിലിനൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ അഖിലിൻ്റെ കൂടെ പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് രാജകുമാരി ഇന്ന് നേര്യമംഗലത്താണല്ലോ എന്ന് ഓർത്ത് ദേവദത്തിന് എനിക്ക് കമ്പനി വരാൻ അവനും എൻ്റെ ഒപ്പം കൂടി. അപ്പം ഞങ്ങൾ മൂന്നും കൂടെ ഇന്നിങ്ങനെ രാജകുമാരി വഴി കറങ്ങി വൈകുന്നേരം നേര്യമംഗലത്ത് അവരുടെ ഒപ്പം എത്തും. ഈ ഒരു വഴി പണ്ട് ഭയങ്കര ഇടുങ്ങിയതായിരുന്നു. കൊച്ചിയിൽ നിന്ന് മൂന്നാർ തമിഴ്നാട് പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള ഒരു റൂട്ടായിരുന്നു. അപ്പം സൈഡൊക്കെ കൊടുക്കാൻ പോലും വഴിയില്ലാത്ത അത്രയും ചെറിയ ഇടുങ്ങിയൊരു വഴിയായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിന് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഒരു പേര് ആദ്യമേ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര വലിയൊരു വഴിയാണ്. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ്സിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് റോഡുകളിൽ ഒന്നാണ്. നമുക്കിവിടെ ഈ ഇത്രയും നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒത്തിരി ഭാഗത്ത് മലകൾ കട്ട് ചെയ്തുണ്ടാക്കിയൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനൊക്കെ നല്ല സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ്. ലോക്ക ടീ എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു റൂട്ടിൽ ഇതുപോലെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ പെരിയകനാൽ വെള്ളച്ചാട്ടം, ആനയിറങ്ങൽ ഡാമിൻ്റെ കാഴ്ചകളുണ്ട്. അതുപോലെ ചക്രമുടി പീക്ക് നമ്മളീ പോകുന്ന റൂട്ടിലാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ടിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ഉള്ളൊരു ടോൾ ബൂത്താണ്. അപ്പം ഇപ്പോൾ ഓപ്പൺ അല്ല, നിലവിൽ ടോൾ പിരിക്കലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ബട്ട് വെരി സൂൺ അത് ഓപ്പൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ടോൾ ബൂത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത 10 കിലോമീറ്ററിലാണ് ഏറ്റവും നല്ല കാഴ്ചകളുള്ളത്. നമ്മൾ ചക്രമുടി പീക്കിൻ്റെ ഒക്കെ ഒരു വ്യൂ ഒക്കെ കിട്ടി തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവിടുന്ന് കുറച്ച് ക്ലൈംബ് ആട്ടോ. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം ക്ലൈംബ് കയറി നമ്മൾ ഈ ചക്രമുടി പീക്കിൻ്റെ ആ ഒരു ബേസ് എത്തും. അവിടുന്ന് പിന്നെ നമുക്ക് ആനയിറങ്ങൽ ഡാം, പൂപ്പാറ വരെ നല്ല ഡൗൺ ഹില്ലും കിട്ടും. ചക്രമുടി ട്രക്കിംഗ് ഒക്കെ നമ്മുടെ പ്ലാനിൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഒത്തിരി പോകുന്നതുകൊണ്ടും സൈക്ലിങ്ങിൻ്റെ ഇടയ്ക്ക് ട്രക്കിങ് ഇത്രയും ലോങ് ട്രക്കിംഗ് ആയതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം പീക്കിൻ്റെ അടിഭാഗത്തായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. ചക്രമുടി ട്രക്കിംഗ് ഒക്കെ തുടങ്ങുന്ന ആ ഒരു ബേസ് പോയിന്റിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റാണിത്. ഇവിടുന്ന് നമുക്ക് 4 മണിക്കൂർ അടുത്ത് ട്രക്ക് ചെയ്താൽ നമുക്ക് ചക്രമുടി പീക്കിൻ്റെ മുകളിലെത്താം. 400 രൂപ എന്താണ് ചാർജ്. ഏർലി മോർണിംഗ് തുടങ്ങുന്ന ട്രക്കിംഗ് ഉണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. ഈ പീക്കിൻ്റെ ടോപ്പിലോട്ടൊക്കെ എത്തുമ്പോൾ ഒത്തിരി മഞ്ഞൊക്കെ മൂടി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ട്രക്കിംഗ് ആണ്. പക്ഷെ എന്നാലും ഒത്തിരി പേര് തന്നെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ചക്രമുടി ട്രക്കിംഗ്. ഈ ഒരു മൊത്തം തേയിലത്തോട്ടങ്ങളുടെ വ്യൂ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ ക്ലൈംബ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ഡൗൺ ഹില്ലാണ്. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോകുമ്പം പെരിയകനാൽ വാട്ടർഫോൾസ് ഉണ്ട്. അവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം നമുക്ക് ആനയിറങ്ങൽ ഡാമും എത്തും. അപ്പം ആ ഒരു 2 പോയിന്റിലാണ് നമ്മളിനി നിർത്തുന്നത്. അതുവരെ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഡൗൺ ഹിൽ അടിക്കാനാണ് നമ്മുടെ പ്ലാൻ.
ടാറ്റയുടെ സ്റ്റിച്ച് ആണല്ലോ. ഈ പെരിയനാൽ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സൂര്യനെല്ലിക്ക് തിരിഞ്ഞു പോകുന്നത്. സൂര്യനെല്ലിയിൽ നിന്ന് നമുക്ക് കൊളുക്കുമലയൊക്കെ പോവാം. കൊളുക്കുമല സൺറൈസ് ഒരുപാട് പേര് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ എത്തുന്ന ഒരു കാര്യമാണ്. കൊളുക്കുമല മാത്രമല്ല, മീശപ്പുലി മല, അങ്ങനെ ഒത്തിരി കാഴ്ചകളുള്ളൊരു റൂട്ടും കൂടെയാണത്. ചിന്നക്കനാല് കയറി എൻ്റെ അമ്മ വീട് വരുന്നത് സൂര്യനെല്ലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ കുഞ്ഞിലേക്ക് വരുമ്പോൾ നമ്മൾ ജീപ്പിൽ നിന്നൊക്കെ എത്തി വലിയ നോക്കിക്കൊണ്ടിരുന്ന കാഴ്ചകളാണ്. അന്ന് റോഡൊന്നും ഇത്രയും വലുതൊന്നും അല്ലായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കര കുഞ്ഞിലേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടെ ആനയിറങ്ങൽ ഡാം എല്ലാം ഇങ്ങനെ ജീപ്പിൽ നിന്നൊക്കെ എത്തി വലിയൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. ഇപ്പോഴും അതേ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ റോഡൊക്കെ കുറച്ച് വലുതായി, നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് ആദ്യമായിട്ട് വരുവാന്നേ ഉള്ളൂ. നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ ടോപ്പ് എത്തി കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളം തുറന്നു വിട്ടേക്കുവാന്ന് തോന്നുന്നു. അവിടെ ആ ഒരു പുൽമേട് പോലെ കാണുന്ന ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഉള്ളതാണ്. ഇപ്പോൾ അത് ഓപ്പൺ ആക്കി എന്തോ വിട്ടേക്കുവാന്ന് തോന്നുന്നു.
അഖിലിന് ഉച്ചകഴിഞ്ഞ് രാജകുമാരി എത്തിയാൽ മതിയായിരുന്നു. എങ്കിൽ പിന്നെ ഞങ്ങൾ പൂപ്പാറയിൽ നിന്ന് ബോഡിമട്ടും കൂടെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. പൂപ്പാറയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ എന്തോ ആണ്, കണ്ടിന്യൂസ് ക്ലൈംബാണ് കേട്ടോ. നമ്മൾ ആ തമിഴ്നാടിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് തമിഴ്നാട് തുടങ്ങുന്ന ഒരു ഏരിയ. കേരളത്തിൽ നിന്ന് കുറേയധികം ഹെയർ പിന്നുകളുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഇറങ്ങുന്നില്ല, ആ ഒരു ടോപ്പ് പോയിന്റ് വരെ, ചെക്ക് പോസ്റ്റ് വരെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ പൂപ്പാറ ടൗൺ കയറാണ്ട് ഈ ഒരു ബോഡിമെട്ട് തന്നെ ഈ റോഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് പൂപ്പാറ ടൗണ്, കുമ്മളി രാജാക്കാടൊക്കെ പോകണമെങ്കിൽ നമ്മൾ ടൗണിൽ കയറണം. അതായത് ഈ റോട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകണം, ഈ ഒരു ജംഗ്ഷനിൽ നിന്ന്. നമ്മളിപ്പോൾ നേരെ ലെഫ്റ്റ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇനി അങ്ങോട്ട് നല്ല ക്ലൈംബാണ്. ഞങ്ങൾ അത്രയും ക്ലൈംബ് ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പൂപ്പാറ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു മഴയുടെയും തണുപ്പിൻ്റെയൊക്കെ ആംബിയൻസ് മാറി, ചൂട് വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ റെയിൻകോട്ടൊക്കെ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ഒരു ക്ലൈംബ് ശരിക്കും ഞങ്ങൾ മടുത്തു പോയായിരുന്നു, കാരണം ഞങ്ങൾ ഇത്രയും ക്ലൈംബ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഓൾറെഡി 3 ദിവസം കുറേയധികം മറയൂരൊക്കെ നല്ല ക്ലൈംബ് ചവിട്ടിക്കയറ്റി അടുത്ത ദിവസമാണിത്. അപ്പം ദേവനൊക്കെ ഇടയ്ക്ക് തിരിച്ചു പോയാലെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളല്ലോ എന്ന് ഓർത്ത് പിന്നെ നല്ല റോഡും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ മൊത്തം ചവിട്ടി കയറ്റി. 2 ഇറക്കം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പം തിരിച്ചു വരുമ്പോൾ പിന്നെ ഫുൾ ഡൗൺ ഹിൽ കിട്ടും. ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ്. അഖിലിനിത് ഈ ഒരു ഏരിയ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും പാലക്കാട് നിന്ന് അഖിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണിക്കാതെ വിടുന്ന മോശമാണല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ എന്തായാലും ബോഡിമട്ട് കവർ ചെയ്യാൻ തന്നെ വെച്ച് പോയി. പോകുന്ന വഴിക്ക് ഒരു കല്യാണ വീടൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കയറി ഫുഡ് കഴിച്ചാലോ എന്ന് വരെയൊക്കെ ആലോചിച്ച. പക്ഷെ ആ കല്യാണ വീട്ടിലോട്ടും ഒരു കുറേയധികം ക്ലൈംബ് കണ്ടു. അത് പിന്നെ ആ പ്ലാനിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് താഴെയോട്ട് കണ്ടിന്യൂസ് ഹെയർ പിന്നാണ് തമിഴ്നാട് വരെ. ഞങ്ങൾ ആദ്യത്തെ 2 ഹെയർ പിൻ മാത്രമേ ഇറങ്ങിയിട്ട് അവിടുന്ന് തമിഴ്നാടിൻ്റെ ഒരു വൈഡ് വ്യൂ കാണുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ച് ടൗണിൽ വന്ന് ഒന്ന് റിഫ്രഷ്മെൻറ്റും എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. കേട്ടെ തിരിച്ചു വരുമ്പോൾ നിർത്താം. ബോഡിമെട്ടിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. ഇവിടെ നിന്ന് ഇനി നേരെ പൂപ്പാറ ചെല്ലണം. പൂപ്പാറയിൽ നിന്ന് നേരെ രാജകുമാരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അഖിൽ അവിടെ നിന്ന് തിരിഞ്ഞു പോവും. ഞാനും ദേവദത്തനും അവിടുന്ന് രാജാക്കാട് പൊന്മുടി ഡാമൊക്കെ കയറി ഇടുക്കി നേര്യമംഗലം റൂട്ട്, ലോവർ പെരിയാർ ഡാമിൻ്റെ അതുവഴി പോകുന്ന ആ റൂട്ടിൽ ചെന്ന് കയറും. അവിടുന്ന് പിന്നെ നേര്യമംഗലത്ത് വെച്ച് നമ്മുടെ ബാക്കി ടീംസിനോടൊപ്പം നമ്മൾ ജോയിൻ ആവും.
പെട്ടെന്ന് എത്തിയില്ലേ? ലോവർ പെരിയാർ ഡാം എത്തിയപ്പോൾ ഞങ്ങൾ സൈക്കിൾ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു. എനിക്ക് ജസ്റ്റ് ഒന്ന് MTV ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ട്രക്ക് മാർലിൻ 6 MTV ആണിപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ഹൈബ്രിഡ് ഓടിച്ചിട്ട് പെട്ടെന്ന് MTV ഓടിച്ച് കഴിയുമ്പോൾ ഒരു ലോറി ഓടിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഡൗൺ ഹില്ലൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ടയർ വലുതായതുകൊണ്ടും കൂടുതൽ ഗ്രിപ്പുള്ളതുകൊണ്ടും MTVയിൽ ഡൗൺ ഹില്ല് ചെയ്യാൻ ഒരു അടിപൊളി ഫീലാണ്. ലോവർ പെരിയാർ ഡാം എത്തുന്ന ആ ഒരു ഏരിയയിൽ നല്ല കുഴികളുണ്ട് കോൺക്രീറ്റ് റോഡിൻ്റെ അവിടെ തന്നെ. നമ്മുടെ റഹീം റോയ്ക്കൊക്കെ കഴിഞ്ഞ 3-4 ഐഡിയയിൽ പണി കിട്ടിയതാണ്. അപ്പം ആ ഒരു റൂട്ടിൽ സൈക്ലിംഗ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഡാമിൻ്റെ പോർഷനിലായിട്ട്. ഇനി റഹീം റോയ് ഇത് കാണുന്നുണ്ടെങ്കിൽ അത് ഓർക്കുന്നുണ്ടാവും. റഹീം റോയ് ഇപ്പോൾ എബ്രോഡാണ്, റിട്ടേൺ വന്നിട്ട് ഒരുപാട് റൈഡൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന വഴി നല്ല മഴയൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ നേരുമുഖത്ത് നമ്മുടെ ബാക്കി ടീമുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂറിൽ നമ്മൾ അവരുടെ അടുക്ക് എത്തും. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നേര്യമംഗലത്ത് വെച്ച് മീറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഊന്നുകല്ല് പോയിട്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ടായിരിക്കും എല്ലാവരും റിട്ടേൺ പോവുക. കോതമംഗലത്ത് നിന്നാണ് എല്ലാവരും തിരിഞ്ഞു പോകുന്നത്.
ഇവർ വന്ന വഴിയെന്ന് വെച്ചാൽ ലക്ഷ്മി എസ്റ്റേറ്റ് കയറിയാണ്. അപ്പോൾ അതൊരു മൂന്നാർ എന്നുള്ള ഒരു അടിപൊളി റൂട്ടാണ്. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു റൂട്ടും കൂടിയാണ്. ചെറിയൊരു റോഡാണ്, വഴി അത്ര നല്ലതല്ല, പക്ഷേ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മുടെ വൈശാഖേട്ടൻ്റെ ചാനലിലുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം 3 ദിവസമൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്ത് ഇടയ്ക്കൊന്ന് മുടങ്ങിപ്പോയി, പോസ്റ്റ്പോൺ ചെയ്ത് ലാസ്റ്റ് ലീവൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ഇതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇനി ഒടുവിൽ ഈ ഒരു 3 ദിവസം എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് റിട്ടേൺ വരുമ്പം എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എല്ലാവരും നല്ല എനർജറ്റിക് ആയി. കാരണം ഗ്രൂപ്പ് റൈഡൊക്കെ ഇടയ്ക്ക് നിന്നിരുന്നൊരു സമയത്തൊന്നും ഈ ഒരു റൈഡ് കഴിഞ്ഞപ്പം നെക്സ്റ്റ് റൈഡ് എന്നാണ് എന്നുള്ളൊരു ആവേശമാണ്. പിന്നെ നമ്മളിപ്പോൾ പോയി വന്നൊരു സേഫ് ആയിട്ടൊരു ടൈമാണ്. പിന്നെ മഴ ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും ആ ഒരു ഓരോ പ്രദേശം അനുസരിച്ചിട്ടൊക്കെ നമ്മളിനി യാത്ര ചെയ്യുന്നുള്ളൂ. എന്നാലും കൂടുതൽ റൈഡുകൾക്ക് നമ്മളിനി എല്ലാവരും തന്നെ ഒരുമിച്ച് ഇനിയും കാണും. അപ്പം നമുക്ക് അടുത്ത റൈഡിൽ കാണാം. താങ്ക് യു.